ഇതേപോലത്തെ റീൽസ് എടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് താമസിക്കാൻ താല്പര്യമുണ്ടോ? അല്ലേ? മാമലക്കണ്ടത്തെ ഗോൾഡൻ റോക്ക് റിസോർട്ട് നമ്മളപ്പോൾ നോക്കുമല്ലേ. സ്ഥിരമായിട്ട് മാമലക്കണ്ടം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അകലെ എന്തോ ഒരു സംഭവം എന്താണെന്ന് ക്ലിയർ ആയില്ല, പക്ഷേ റിസോർട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു വീഡിയോ എടുത്തു. ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം, എറണാകുളം ജില്ല. കാരണം ഇതാണല്ലോ ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ഇതിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് റിസോർട്ട് കണ്ടത്. ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴി നോക്കുമ്പോൾ സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് വലത്തേക്കൊരു വഴിയുണ്ട്. അവിടെ ചെറിയൊരു ബോർഡാണ് കൊടുത്തേക്കണേ. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് ആ ഒരു ബോർഡ് കാണത്തില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ റോഡ് കോൺക്രീറ്റ് റോഡാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഞാനത് കുറച്ച് ഫാസ്റ്റായിട്ട് വിടുകയാണ്. ഈ റോഡ് നമുക്ക് കാണിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റോഡും എല്ലാവരും ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അത്യാവശ്യം റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട വഴിയാണ്. ഓക്കെ, അത് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു ചെറിയൊരു അരുവി കാണാൻ പറ്റും. കുറച്ച് വീടുകളുണ്ട്, 1-2 വീടുകൾ ആ സൈഡിൽ നമ്മൾ കണ്ടായിരുന്നു. അരുവിയിൽ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ കണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും ഒരു വാർണിംഗ് ബോർഡ് നമുക്കവിടെ കാണാൻ പറ്റും. നമ്മുടെ മണ്ണിട്ട റോഡ് അവിടെ തീരുകയാണ്. ചെറിയ കോൺക്രീറ്റ് റോഡ്, പൊളിഞ്ഞ കോൺക്രീറ്റ് റോഡാണ് അവിടെ കാണുന്നത്. ആ ഒരു വാർണിംഗ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോക്കിലേക്ക് കയറുന്നവർക്കുള്ള വാർണിംഗ് ബോർഡാണത്. മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കാണ് വലത്തേക്കാണ് റോഡ് കാണിക്കുന്നത്. വലത്തേക്കുള്ള റോഡിൽ ചെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് വലത്തേക്കുള്ള റോഡ് കയറുമ്പോൾ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു വ്യൂ നമുക്ക് ദൃശ്യമാകും. നേരത്തെ നമ്മൾ ആ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് കണ്ട അതിനേക്കാളും ഒരു കിഡിലൻ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. റിസോർട്ടിലേക്ക് കയറുന്ന ഒരു റോക്ക് പേടിക്കാനുള്ള ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അവിടെ ഒരു ലോഗൻ കിടക്കണ്ടായിരുന്നു. എല്ലാ വണ്ടികളും തന്നെ ഈ വഴി കയറും. റിസോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഈസിയായിട്ട് ചെല്ലാം. അവിടെ പാർക്കിംഗ് ഉണ്ട്. അവിടം വരെ നമുക്ക് പോയി റിസോർട്ട് നമുക്ക് കാണാം. ഗോൾഡൻ റോക്ക് റിസോർട്ടിൻ്റെ മുമ്പിൽ നമ്മളെത്തി. പുറകിൽ റോക്കുണ്ട്, എഴുതിയിട്ടുള്ള പോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ നമുക്കവിടെ കാണാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോൾഡൻ റോക്ക് റിസോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്കൊരു കൂണ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കിച്ചൺ പോലെ എന്തോ ഒരു സംഭവം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വന്ന് 2 നിലയാണെന്നാണ് തോന്നുന്നത്. മേളിൽ വലിയ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കിച്ചൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി കിടക്കുന്ന സൈഡും നല്ല വ്യൂ തന്നെയായിരുന്നു. ഇതാണ് നമ്മൾ കണ്ട ആ ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ റിസോർട്ട് കണ്ട് നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും ഒരു കിച്ചൺ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോഴേക്കും സൗണ്ടൊക്കെ കേട്ട് ചേട്ടായിയൊക്കെ വന്നു അവിടെ. അപ്പോൾ ചേട്ടന്മാരുടെ അടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടാണ് വന്ന് കയറിയതെങ്കിലും എനിക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വ്യൂ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നതുകൊണ്ട് അത്യാവശ്യം മിസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട കൂണിൻ്റെ അടുത്തേക്ക് വന്നു. കൂണിൻ്റെ അവിടെ 2-3 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ AC കണ്ടു. അപ്പം അത്യാവശ്യം മഴക്കാലം അല്ലാത്ത സമയത്ത് വന്നാലും നമുക്ക് ഇവിടെ ചൂടിൻ്റെ ഒരു പ്രശ്നം വൈകുന്നേരങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. വൈകുന്നേരങ്ങൾ തണുപ്പായിരിക്കും, പക്ഷേ ഉച്ച സമയങ്ങളിലൊക്കെ വേണമെങ്കിൽ ചൂടുണ്ട്. അങ്ങനെ നമ്മുടെ മധുച്ചേട്ടനെ നമ്മൾ പരിചയപ്പെടുകയാണ്. മധുച്ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. മധുച്ചേട്ടൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഓക്കെ, മാക്സിമം കാര്യങ്ങളുമായി ഊറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് കിച്ചണിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം, ഫുഡ് കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്യാം. അവിടെ ഗ്യാസ് കാര്യങ്ങളെല്ലാം ചേട്ടൻ പ്രൊവൈഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബെഡ്റൂമാണ്. അത്യാവശ്യം 2-3 പേർക്ക് ബെഡിൽ കിടക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ടും അവിടെ ചെറിയൊരു ഇൻസൈഡ് ചെറിയൊരു സ്വീകരണ മുറി പോലെയുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോയ്ലറ്റാണ്. പുതിയ സംരംഭമാണ്. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, മൊത്തം 3 റൂമാണുള്ളത്. ഈ ഗോൾഡൻ റോക്ക് എന്ന് എഴുതിയേക്കണതിൻ്റെ പുറകിലായിട്ട് ഒരു റൂമും കൂടെ ഉണ്ട്. മധുച്ചേട്ടൻ ആ റൂം തുറന്ന് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. റൂമുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം പോലെ തന്നെ ഡബിൾ ബെഡ്റൂമാണ്. 2-3 പേർക്ക് കിടക്കാം. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ്. ഈ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കുമാണ് നമ്മുടെ ആ ഒരു വ്യൂ, ഒരു വെള്ളച്ചാട്ടവും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത്. അങ്ങനെ മധുച്ചേട്ടൻ പറഞ്ഞു, ഓക്കെ എന്തായാലും നിങ്ങൾ വന്നല്ലോ, അപ്പോൾ നമുക്ക് മേളിലേക്കുള്ള ഒരു റൂമും കൂടെ കണ്ടിട്ട് പോകാം. ഓക്കെ, മേളിലേക്കുള്ള റൂം കാണാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. കാരണം മേളിലേക്ക് കയറാനുള്ള എങ്ങനെയുണ്ട് സൗകര്യം എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ.
മേളിലേക്ക് കയറി കഴിഞ്ഞാലും സെയിം തന്നെയാണ്, ഡബിൾ ബെഡ്റൂമാണ് മേളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ മേളിൽ നമ്മൾ നോക്കുമ്പോഴേക്കും കുറച്ചും കൂടെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ മേളത്തെ റൂം എടുക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ഫെസിലിറ്റിയും കൂടെ ഉണ്ട് മേളിൽ. അതേപോലെ തന്നെ നമുക്ക് 2-3 പേർക്ക് കിടക്കാം. അതിലുപരി അതിൻ്റെ മുകളിൽ ഒരു ട്രീ ഹട്ട് പോലെ ഒരു സിംഗിൾ ബെഡ്റൂം അവിടെ ഉണ്ട്. ഒരു ഫാനൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്കുള്ള വ്യൂ കാണാൻ പറ്റും. ഈ ഒരു വെള്ളച്ചാട്ടം കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മേളിലത്തെ റൂമിൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ആ റൂമിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം ഒരു 5-6 പേർക്ക്, ബാച്ചിലേഴ്സിന് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ മേളിൽ ഇതുവരെ ടോയ്ലറ്റ് ആക്കിയിട്ടില്ല. അതിൻ്റെ ടോയ്ലറ്റ് താഴെയായിരിക്കും. അപ്പോൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ഫാമിലികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബാച്ചിലേഴ്സിനായിരിക്കും ഈ ഒരു റൂം. അതല്ല, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെയും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം വെച്ചിട്ടുണ്ട്. 2-3 സ്ഥലങ്ങളിൽ നിന്നുള്ള ഇരിക്കാനുള്ള, അതായത് ഈവനിങ് വൈബ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മഴ പെയ്ത് കിടക്കണോണ്ടാണെന്ന് അറിയില്ല, ഓപ്പോസിറ്റ് വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രത്തോളം രസമായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്ഥലമാണ് ബാക്കിലുള്ളത്. അതായത് വെള്ളച്ചാട്ടം നന്നായിരിക്കും എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ അതേപോലെ തന്നെ രസമായിരുന്നു. നേരെ ഓപ്പോസിറ്റും. മഴക്കാലത്തായിരിക്കും ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ കണ്ടു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ മധുചേട്ടൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇവിടെ വന്ന് താമസിക്കാനെന്നുണ്ടെങ്കിൽ വരാം, ധൈര്യമായിട്ട് വന്ന് താമസിക്കാം. മാമലക്കണ്ടം ഒരു വൈൽഡ് ഡെസ്റ്റിനേഷനാണല്ലോ. അത്യാവശ്യം എലിഫൻറ്റിനെയൊക്കെ കണ്ട് നമുക്ക് യാത്രയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് കിഡിലൻ വൈബിൽ താമസിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മൂന്നാർ, മാങ്കുളമൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസം അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി. ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. Okay guys, thank you for watching. Please keep supporting us. We'll be back soon.